നമ്മൾ ലഞ്ചിന് ശേഷം പുറത്തോട്ട് പോകാൻ നിൽക്കണ നേരത്ത് മഞ്ഞ് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുക, കോട ഇറങ്ങി സൈഡിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണതാണ്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇന്നലെ പാർട്ട് 1 ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലെങ്ത്ത് ഇത്തിരി കൂടുതലായതുകൊണ്ടാണ് ഞാൻ 2 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഇന്നലെ കാണിച്ച റിസോർട്ട് ഞാൻ കാണിച്ചു തരാം. ഈ മഞ്ഞ് ഒന്ന് അങ്ങോട്ട് പോയി, കണ്ടില്ലേ, സൈഡിലോട്ട് പോയി മഞ്ഞ്. അപ്പോൾ ആ നേരെ കാണുന്നത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. ആ നേരെ കാണുന്നതാണ് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ റിസോർട്ടിൻ്റെ മേലെ നിന്ന് ടോപ്പിൽ കാണുന്ന റിസോർട്ട് എന്ന് പറഞ്ഞത്. ഈ സൈഡിൽ കാണുന്നതാണ് അതിൻ്റെ എൻട്രൻസ്. അപ്പം ഇനി നമുക്ക് പുറത്ത് പോവാം. ഇപ്പോൾ നമ്മൾ പോണ വഴിയിൽ ലൈക്കിൻ്റെ അവിടെ നിന്ന് നിർത്തി ലൈക്ക് വ്യൂ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. മഞ്ഞപ്പോൾ കുറച്ച് പോയിട്ടുണ്ടായിരുന്നു, അപ്പോൾ കുറച്ച് ക്ലിയർ ആയിട്ട് കിട്ടി. നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ ലൈക്ക് ഇട്ടപ്പോൾ അത്ര ക്ലിയർ ആയിരുന്നില്ല മഞ്ഞിറങ്ങിയ കാരണം. ഇവിടെ ബോട്ട് ഹൗസൊക്കെ ഉണ്ട് കേട്ടോ, ഞാനത് ക്ലിയർ ആയിട്ട് പിന്നെ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കിളിയൂർ വാട്ടർഫാൾസ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അത് ഇവിടുത്തെ ഒരു ഫേമസ് വാട്ടർഫാൾസ് ആണ് കേട്ടോ. നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ ഉണ്ട് നമുക്ക് ഈ കിളിയൂർ വാട്ടർഫാൾസിലേക്ക് നിന്ന്. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അങ്ങനെ നമ്മൾ കിളിയൂർ വാട്ടർഫാൾസിൻ്റെ അടുത്ത് എത്താനായിട്ടോ ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിളിയൂർ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തി. അങ്ങോട്ട് കാറ് പോകാൻ പറ്റില്ല ഫാൾസിൻ്റെ അടുത്തേക്ക്. അപ്പോൾ നമ്മുടെ കാറ് പാർക്ക് ചെയ്തതിന് ശേഷം നടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ സൈഡിൽ നല്ല വ്യൂവും പിന്നെ വെള്ളച്ചാട്ടത്തിന് നല്ല സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എവിടെയെന്ന് ഇതുവരെ ഒരു പിടിയും കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ കുറേ പാർക്ക് ചെയ്തതിന് സ്ഥലത്തുനിന്ന് കുറേ നമ്മൾ നടന്നു വന്നു. എന്നിട്ടും നമ്മൾ കിളിയൂർ ഫാൾസ് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. എവിടെയെന്നൊരു പിടുത്തല്ല, നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാറ് പാർക്ക് ചെയ്തിടത്തുനിന്ന് ഏകദേശം 1 കിലോമീറ്ററെങ്കിലും നമ്മൾ നടന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ വാട്ടർഫാൾസ് എവിടെയെന്ന് കണ്ടിട്ടില്ല, സൗണ്ട് മാത്രമേ കേൾക്കണുള്ളൂ. അപ്പോൾ നമ്മൾ ഇനിയും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നമ്മളവിടുന്ന് കുറേ നടന്നതിന് ശേഷം ആ വഴി തീർന്നു. ഇനിയാണ് നമുക്ക് താഴത്തോട്ട് കുറേ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോയിട്ട് വേണം കിളിയൂർ വാട്ടർഫാൾസ് കാണാൻ ഇത്ര. അപ്പോൾ നമ്മളിനി താഴത്തോട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ കുറേ സ്റ്റെപ്പ് ഉണ്ട് എന്നാണ്. സ്റ്റെപ്പിൻ്റെ സൈഡിലൊക്കെ നല്ല വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം കുറച്ച് കാട് ഏരിയ പോലെയാണ്. കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി താഴത്തോട്ട് പോണ പോലെയാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഏകദേശം നമ്മൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങി, പക്ഷെ ഇപ്പോഴും എവിടെയെന്ന് എത്തിയിട്ടില്ല. അവിടുന്ന് ആൾക്കാരൊക്കെ കയറി വരുന്നവരൊക്കെ നല്ല വയ്യാണ്ടായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളോട് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളോട് പറഞ്ഞു പതുക്കെ പോയാൽ മതി, കുറേ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. കുറേ പോകാനുണ്ട്. നമ്മൾ എല്ലാ സ്ഥലത്തും മേലൊക്കെ കയറി സ്റ്റെപ്പ് കയറി പോയിട്ടാണ് സ്ഥലങ്ങൾ കാണാറ്. ഇവിടെ നേരെ ഓപ്പോസിറ്റാണ്, നമ്മൾ താഴത്തോട്ട് ഇറങ്ങിപ്പോയിട്ട് വേണം കാണാൻ. അപ്പോൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങി നമ്മളിപ്പോൾ. എന്നിട്ട് ഇവിടെ എത്തിയിട്ടില്ല. കുറേ കല്ല് കൊണ്ടുള്ള സ്റ്റെപ്പ്, പിന്നെ ഇരുമ്പിൻ്റെ സ്റ്റെപ്പ് പോലത്തെ സ്റ്റെപ്പ്, അങ്ങനെ 2 ടൈപ്പ് സ്റ്റെപ്പാണുള്ളത്. പിന്നെ കുറച്ച് ഇരിക്കണ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങി വരുന്ന നേരത്തെ തന്നെ ഇരിക്കണ സൈഡിൽ ഇരിക്കണ ഏരിയ ഉണ്ട്. പിന്നെ കുറച്ച് സ്റ്റെപ്പ് കഴിഞ്ഞാൽ കുറച്ച് ഇങ്ങനെ പ്ലെയിൻ പ്ലേസ്, പിന്നെ ഇവിടെ നിന്ന് സ്റ്റെപ്പ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മളിവിടെ നിന്ന് ഇറങ്ങിപ്പോണത് കേട്ടോ. കണ്ടോ, അവിടെയൊക്കെ നിറച്ച ആൾക്കാരുണ്ട്. അവർക്ക് വയ്യാണ്ടായിട്ടാണ് ഇരിക്കണതാണ് അവർ. അവിടെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഇറങ്ങിപ്പോയതിന് ശേഷമുള്ള വ്യൂ ആണ് കേട്ടോ അത്. കേട്ടോ, ഈ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇടയ്ക്ക്. നമ്മൾ ഇനിയും എത്തിയിട്ടില്ല കേട്ടോ. ഇപ്പൊക്കെ തോന്നണ ഏകദേശം ഒരു 100 സ്റ്റെപ്പെങ്കിലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവും എന്നാണ്. കാലൊക്കെ വയ്യാണ്ടായി. ഇത്ര സ്റ്റെപ്പൊന്നും ഇറങ്ങും നമ്മൾ പ്രതീക്ഷിച്ചില്ല. ഓപ്പോസിറ്റ് ഫ്രണ്ടും ഉണ്ട് കേട്ടോ കൂടെ. കണ്ടോ, നല്ല മലയൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ നമ്മൾ കിളിയൂർ വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിട്ടില്ല. നമ്മൾ നേരത്തെ നടന്നു വരുമ്പോൾ സൗണ്ടെങ്കിലും കേട്ടായിരുന്നു, ഇപ്പോൾ സൗണ്ടും കേൾക്കാനില്ല. അപ്പോൾ നമ്മൾ നല്ല ഉള്ളിലേക്ക്, കടലിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണേ. ഇനിയും നമ്മൾ എത്തിയിട്ടില്ല കേട്ടോ. ഇനിയും ഒരുപാട് സ്റ്റെപ്പ് ഇവിടുന്ന് ഇറങ്ങാനുണ്ടെന്നാണ് പറഞ്ഞത് കയറി വരുന്നതോട് ചോദിച്ചപ്പോൾ. കണ്ടില്ലേ, സൈഡിലൊക്കെ നല്ല അടിപൊളി വ്യൂ ഒക്കെ ഉണ്ട്. പക്ഷെ കാല് കറയാൻ തുടങ്ങിയത് മാത്രം. ഇങ്ങനെ നല്ല താഴ്ചയിലുള്ള സ്റ്റെപ്പായതുകൊണ്ട് നല്ല ഹൈറ്റുള്ള സ്റ്റെപ്പുമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ താഴ്ന്ന് കാല് വെച്ചിട്ട് വേണം പോകാൻ. കണ്ടോ, ഇനി ഒരുപാട് പോകാനുണ്ട്. അവിടേക്ക് വയ്യാണ്ടായിട്ട് നിൽക്കാൻ തുടങ്ങി. ഇവിടെ എനിക്കൊരു നല്ല അടിപൊളി വ്യൂ കിട്ടിയിട്ടോ. കണ്ടില്ലേ,
സൂപ്പറായിട്ടുണ്ട് കാണാൻ. അങ്ങനെ നമ്മൾ കുറേ സ്റ്റെപ്പ് ഇറങ്ങിയതിന് ശേഷം ഇവിടെ ഒളിപ്പിച്ച് വെച്ച പോലത്തെ വാട്ടർഫാൾസിൻ്റെ സ്ഥലത്തേക്ക് എത്തി. കണ്ടില്ലേ, ഇതാണ് വാട്ടർഫാൾസ്, കിളിയൂർ വാട്ടർഫാൾസ്. സംഭവം നല്ല പൊളിയായിട്ടുണ്ട് കാണാൻ. നല്ല ഹൈറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഇത്രയും ദൂരം നടന്നെങ്കിലും നല്ല രസമുള്ള വ്യൂ ആണ് കേട്ടോ കിട്ടിയത്. കണ്ടില്ലേ, ഇവിടെ നല്ല ഹൈറ്റിൽ നിന്ന് വന്നിട്ട് താഴ്ചയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ട്. ഇവിടെ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇപ്പുറത്തോട്ട് ഇങ്ങനെ താഴ്ചയിലേക്ക് വേഗം ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നു കേട്ടോ. ഇതിങ്ങനെ കണ്ടിട്ട് കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവിടെ നിന്നു. അതിന് ശേഷം നമ്മൾക്ക് തിരിച്ച് കയറുമ്പോഴാണ് സീനായത്. എല്ലാവർക്കും വയ്യാണ്ടായി. എത്ര സ്റ്റെപ്പ് നമ്മൾ താഴത്തോട്ടൊക്കെ ഇറങ്ങി വന്നിട്ട് തിരിച്ച് കയറുമല്ലേ, അപ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞൊക്കെ ഇറങ്ങുന്നത്. ഇതൊക്കെ നമ്മൾ കയറിപ്പോയ സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എവിടെ എത്തിയിട്ടില്ല. കുറച്ച് കയറിയ ശേഷം വയ്യാതായപ്പോൾ നമ്മൾ ഇരിക്കണ സ്ഥലത്തൊന്ന് ഇരുന്നപ്പോൾ ഞാൻ എടുത്ത വ്യൂ ആണ്. അപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റെപ്പ് എണ്ണിയിട്ടാണ് കേട്ടോ കയറിയത്. എത്ര എണ്ണം ഉണ്ടെന്ന് അറിയണ്ടേ. എണ്ണി നോക്കിയപ്പോഴാണ് നമുക്ക് മനസ്സിലായത് 270 സ്റ്റെപ്സ് ഇറങ്ങിയിട്ട് വേണം നമ്മൾ കിളിയൂർ വാട്ടർഫാൾസിൽ കാണാൻ പോവാൻ. അതേപോലെ അത്രയും സ്റ്റെപ്പ് കയറിയിട്ട് വേണം നമ്മൾ മേലേക്ക് എത്താൻ. എന്നാലും നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ എത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ വയ്യാതായി കുറേ ടൈം എടുത്തിട്ടായാലും നമ്മൾ ഭാഗ്യത്തിന് മേലേക്ക് എത്തി. ഒരു വിധത്തിൽ നമ്മൾ വേലയ്ക്ക് എത്തി എന്ന് തന്നെ പറയണം. അതൊക്കെ നമ്മൾ കയറി വന്ന സ്റ്റെപ്പാണ്. ഞാനത് വെറുതെ ഫോട്ടോ എടുത്ത് വെച്ചതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം കിളിയൂർ വാട്ടർഫാൾസിലേക്ക് ഇറങ്ങാനും കയറാനായിട്ട് പോയി. അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല, കാരണം വൈകുന്നേരം ആയി. അപ്പം നമ്മൾ നല്ല ക്ഷീണമായതുകൊണ്ട് ടൗണിലൊരു ബജിക്കടയിൽ കയറിയിട്ടോ. അവിടുത്തെ ബജി അടിപൊളി ബജിയായിരുന്നു. മുളക് ബജിയൊന്നും ഞാൻ കഴിക്കാറേ ഇല്ലാത്ത സംഭവം, പക്ഷെ ആദ്യമായിട്ട് ഞാൻ ഇവിടുന്ന് കഴിച്ചു. എനിക്ക് അത്ര ഇഷ്ടമായി അവിടെ. അപ്പോൾ ഞാൻ അവിടുത്തെ ആ ചേച്ചിനോട് ചോദിച്ചിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചേച്ചി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളത് ഒരു കടലമാവാണ്. തമിഴ്നാട്ടിൽ കിട്ടുന്ന ഒരു കടലമാവ കേട്ടോ, അത് ഈ സൈഡിൽ ഇരിക്കുന്നുണ്ട്. അതത്ര അതിൻ്റെ സ്പെഷ്യൽ, അതിനാണ് ഇത്ര ടേസ്റ്റ്. പിന്നെ മുളക് ബജി ഉണ്ടാക്കിയതിന് ശേഷം അത് കോരിയിട്ട് പിന്നെ അതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ട് പിന്നെ ഒന്നും കൂടി ഇട്ടിട്ട് അതിൽ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സ്പെഷ്യൽ, അതിന് നല്ല ടേസ്റ്റ് കൂടുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് മുളക് ബജിയും വാഴക്ക ബജിയും ഓർഡർ ചെയ്തു കേട്ടോ. കറക്റ്റായിട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇൻഗ്രീഡിയൻ്റ് ഒന്നും. ചേച്ചി അവിടെ മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. എനിക്ക് തമിഴൊന്നും അറിയില്ല, അപ്പോൾ ഞാൻ ആപ്പച്ചനെ കൊണ്ടിട്ട് ചോദിപ്പിച്ചു. അപ്പോൾ ചേച്ചി കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. ഉപ്പ് മിളകത്തൂട് ലൈറ്റാ കൊണ്ട്. അപ്പോൾ നമ്മൾ ചോദിച്ചപ്പോൾ ചേച്ചി കറക്റ്റായിട്ടൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. ഇതേപോലെ സൈഡിൽ നിറച്ച് കടകളുണ്ട് കേട്ടോ അവിടെ, പക്ഷേ ഇതിലാണ് കൂടുതൽ ആൾക്കാർ വരാറ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മുളക് ബജി കോരിയതിന് ശേഷം പിന്നെയും സെൻറ്റർ കട്ടായിട്ട് ഇടുന്നതാണ് കേട്ടോ അത്. അപ്പോൾ ഇതിനുള്ളിലുള്ള എരിവൊക്കെ കറക്റ്റായിട്ട് ബാലൻസ് ചെയ്തിട്ട് സംഭവം സൂപ്പറായിട്ട് കിട്ടും നമുക്ക്. കണ്ടില്ലേ, അപ്പോൾ 1 മിനിറ്റ് ഇവർ ഇടണുള്ളൂ. ഇട്ട് അതെപ്പോൾ തന്നെ കോരുകയും ചെയ്തു. അപ്പോൾ നമ്മളവിടുത്തെ കഴിച്ചതിന് ശേഷം ചേച്ചിയുടെ കട ഒന്ന് വീഡിയോ എടുത്തു. ചേച്ചിക്ക് ഫുൾ ചമ്മലായിരുന്നു കേട്ടോ. ചേച്ചി ചിരിച്ചൊരു വിധമായി. അതുകൊണ്ട് ചേച്ചി വീഡിയോയിലൊന്നും കാണിച്ചില്ല. അപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും ഇവിടെ നിന്ന് ഉണ്ടാക്കി തരും കേട്ടോ. കോളിഫ്ലവറൊക്കെ പൊരിച്ചു തരും. അടിപൊളി ടേസ്റ്റാണ്. നമ്മളെല്ലാം ഒന്ന് ഒരു പ്ലേറ്റ് ട്രൈ ചെയ്ത് നോക്കി. ഇപ്പോൾ ഈ ചേച്ചിയുടെ പേര് മോഹിനി എന്നാണ് കേട്ടോ. അപ്പോൾ ഇവിടെ മാഗിയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അതൊക്കെ അവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ ഇനി റിസോർട്ടിലേക്കാണ് പോണത്. നമ്മൾ റിസോർട്ടിലെത്തിയപ്പോൾ ഭയങ്കര തണുപ്പാണല്ലോ, അത് മഞ്ഞായതുകൊണ്ട് നമ്മൾ ക്യാമ്പ് ഫയർ ഇട്ടിട്ടോ, അതാണിത്. എന്നിട്ട് നമ്മളിവിടെ ഇരുന്നിട്ട് തന്നെയാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മൾ പാർട്ട് 1 കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കാണണേ. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.